ഇന്ന് രാവിലെ അതുപോലെ തന്നെ നമ്മുടെ ഓട്ടോമാമ വന്ന് ചിങ്ങുവിനെ കൂട്ടിപ്പോയി. ചിങ്ങു ആ സൈഡിൽ തന്നെയാണ് എപ്പോഴും ഇരിക്കുന്നത്. അത് അവളുടെ ഒരു മെയിൻ സ്പേസ് ആണ് കേട്ടോ. ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ ഗേറ്റ് ഓട്ടോമേഷൻ ചെയ്യണം. അപ്പം നമ്മുടെ ടീംസ് എല്ലാം അപ്പം വരും. അപ്പോഴത്തേക്കും ശാമിലി അവരൊക്കെ വന്ന് സോറിയൊക്കെ പറഞ്ഞ് അവിടെ കുറച്ച് നേരം നിന്നു. ശാലിമാമനും അതുപോലെ തന്നെ അജ്മലൊക്കെ അപ്പോഴത്തേക്ക് എത്തി കേട്ടോ. അപ്പോഴത്തേക്ക് ഒരാൾ പല്ല് പറിക്കാൻ പോയി. കാരണം നല്ല പല്ലുവനായിരുന്നു 2 ദിവസമായിട്ട്. അപ്പം പല്ല് പറിച്ചില്ലെങ്കിൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് പല്ല് കാണിക്കാൻ പോയ ആളാണ്. എന്നിട്ട് പല്ലും പറിച്ച് അവിടെ ഇരിക്കുകയാണ്. എന്നിട്ട് എന്നെ വിളിച്ചുകൊണ്ട് പല്ല് പറിച്ച് കഴിഞ്ഞു കേട്ടോ. അപ്പം പല്ലൊക്കെ പറിച്ച് കഴിഞ്ഞെല്ലാം വന്നപ്പോഴത്തേക്കും നമ്മുടെ താത്ത എന്ത് ചെയ്തു, നല്ല അടിപൊളി നെയ്ച്ചോറും ചിക്കനും വെച്ചിട്ടുണ്ട്. കാരണം ഒരു ഓട്ടോമേഷൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ രാവിലെ തുടങ്ങി കഴിഞ്ഞാൽ ഏകദേശം ഒരു വൈകുന്നേരം ആവും. കാരണം അത്യാവശ്യം നല്ല പണി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ആ പൈപ്പ് കാര്യങ്ങൾ കട്ട് ചെയ്യുന്ന വെച്ചാൽ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യാനുണ്ട്. ബാക്കോട്ട് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്താൽ മാത്രമാണ് നമ്മൾ അതിൻ്റെ റെയിൽ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ബെൽഡിങ് കാര്യങ്ങളൊക്കെ വേറെ അജ്മല കൂട്ടാത്തതുകൊണ്ട് ഞാൻ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അജ്മല വേറെ ആരെയും കൂട്ടിയില്ല. അപ്പോഴത്തേക്കും വൈകുന്നേരമായി. അപ്പോഴത്തേക്കും ചിങ്ങു സ്കൂളെല്ലാം വിട്ട് വന്നു. ഇനി കുറേ കയ്യിലൊരു മാങ്ങയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എവിടെ നിന്നാണ് അടിച്ചു മാറ്റിയെന്ന് അറിയത്തില്ല. ആയതോ വീട്ടിൽ നിന്ന് കയറി കഴിഞ്ഞപ്പം ആരെയും ഇറക്കി വിട്ടപ്പം അവിടെ നിന്ന് മേടിച്ചാണ്. അപ്പോൾ അജ്മല കണ്ടപ്പോൾ അങ്ങനെ കുറച്ച് നേരം അന്താളിച്ച് വന്നു. അജുമാമനല്ലേ. കാരണം ഇടയ്ക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ വരുന്നെങ്കിൽ അവന് തോന്നണം. അതാണ് അജുമാമൻ്റെ കാര്യങ്ങൾ. അപ്പോൾ സ്കൂൾ വിട്ട് വന്നപ്പോൾ ഞാൻ കുറച്ച് വിശേഷം കാര്യങ്ങളൊക്കെ ചിങ്ങുവിനോട് ചോദിച്ചു. അത് പതിവാണ് കേട്ടോ. വന്നു കഴിയുമ്പോൾ ഞാനിവിടെ ഉണ്ടെങ്കിൽ എന്തൊക്കെയാണെന്ന് പഠിപ്പിച്ചത്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, ടീച്ചർ വർക്ക് പറഞ്ഞു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തിരക്കും. അപ്പോഴത്തേക്കും അജു വിളിച്ചു. കുറച്ചും കൂടെ ബെൽഡ് അടിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്, വേഗം വാന്ന് പറഞ്ഞ് വിളിച്ചു. അതുകൊണ്ട് ഞാൻ വേഗം ചെന്നു. കാരണം ബെൽഡ് അടിച്ച് കൊടുത്താൽ മാത്രമാണ് അവന് ബാക്കി വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൂ. അപ്പോൾ ആദ്യം ബെൽഡ് അടിച്ച സമയത്ത് അത്യാവശ്യം നന്നായിട്ട് അടിച്ചില്ല, ചുമ്മാ ഒന്ന് അടിച്ച് വിട്ടുള്ളൂ. കാരണം വണ്ടി കയറുന്ന സമയത്ത് എപ്പോഴും ആ സൈഡിൽ അവിടെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം മിക്കപ്പോഴും പൊട്ടിപ്പോകാറുണ്ട്. കാരണം മിക്കപ്പോഴും വണ്ടി വന്ന് കയറി ഇറങ്ങി പോവാണ്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റത്തെ പണി എന്ന് വെച്ചാൽ ഇത് ആ റെയിൽ കണക്ട് ചെയ്യാൻ കുറച്ച് അത്യാവശ്യം നല്ല പണിയുണ്ട്. കാരണം അത് അടിച്ചതിന് ശേഷം വേണം, അതിൻ്റെ റെയിൽ അടിച്ച് കൃത്യമാക്കിയതിന് ശേഷം വേണം അതിൻ്റെ ബാലൻസിങ് കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടി. ചിലപ്പോൾ ഗെയിറ്റിനൊക്കെ ചിലപ്പോൾ ചെറിയ ചെറിയ ബെൻഡുകൾ കാര്യങ്ങളൊക്കെ വരുമ്പം നമുക്ക് ആ മോട്ടർ വെച്ചേക്കുന്നത് ഭയങ്കര പാടാണ്. അപ്പോൾ അത് ബെൽഡ് അടിച്ച് കറക്റ്റ് വാട്ടർ ലെവൽ കറക്റ്റാക്കി ബെൽഡ് അടിച്ചിട്ട് വേണം റെയിലെല്ലാം കാര്യങ്ങളെല്ലാം സെറ്റാക്കി കഴിഞ്ഞാൽ നല്ല പക്കയായിട്ട് നിൽക്കാം. കാരണം വെച്ചാൽ നമുക്ക് എളുപ്പം വേഗം ചെയ്ത് പോകാം. പക്ഷേ നന്നായിട്ട് ചെയ്തില്ലെങ്കിൽ എന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും ഇതിൻ്റെ സർവീസ് കാര്യങ്ങളെന്ന് പറഞ്ഞ് എപ്പോഴും ഇതിൻ്റെ പുറകെ നടക്കേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ കറക്റ്റായിട്ട് മാത്രമാണ് നമ്മൾ ഈ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ കാരണം നിങ്ങളായാലും എനിക്ക് ഈ വർക്ക് അറിയാം. കാരണം എനിക്ക് ഈ വർക്ക് അറിയാം. കാരണം ഈ വർക്കുകൾ എല്ലാ കാര്യങ്ങളും ഞാൻ പഠിച്ചിട്ടാണ് ഇതിൻ്റെ പുറകെ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാ പണികളും കാര്യങ്ങളും എടുക്കും. നമ്മൾ സോളാറിൻ്റെ പരിപാടികൾ പല പരിപാടികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം എന്ത് ചെയ്തു, അതിൻ്റെ സെൻസർ കാര്യങ്ങളുണ്ട്. അപ്പോൾ സെൻസർ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വേഗം തന്നെ ചെയ്തു. അപ്പം മഴ വരുന്നുണ്ട്. അപ്പോൾ അവസാനം ഇതെല്ലാം വർക്കെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും രാത്രിയായി കേട്ടോ. രാത്രി 9 ആയപ്പോഴാണ് നമ്മൾ വർക്കെല്ലാം കംപ്ലീറ്റ് ആക്കിയത്. ലാസ്റ്റ് ഫൈനൽ ഔട്ട്പുട്ടാണ് നമ്മുടെ ഗേറ്റിൻ്റെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലൊരു ഗേറ്റ് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ.